ഇന്നത്തെ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ഡിവിഷൻ 1 കയറിയ സ്ക്വാഡ് ഏതെന്ന് കണ്ടിട്ട് അത് ബിൽഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ GK തുടങ്ങാം. നിങ്ങൾ ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നവരാണെങ്കിൽ ഡിഫൻസീവ് കീപ്പറിനെ ചൂസ് ചെയ്തു. പക്ഷെ ഒരു ക്വിക്ക് കൗണ്ടർ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഒഫൻസീവ് കീപ്പർ ആയിരിക്കും നല്ലത്. അപ്പൊ എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീപ്പർ എന്ന് പറയുന്നത് കസ്ലാസ് ആണ്. പിന്നെ കസ്ലാസിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്, ടൈപ്പ് ഉണ്ട്. പിന്നെ അഡീഷണൽ സ്കിൽസ് ആയിട്ട് ലോക്കുണ്ട്, അങ്ങനത്തെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് 2 CB ആണ്. CB നമ്മളൊരു കോമ്പിനേഷൻ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. ഒരു ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് പ്ലസ് എക്സ്ട്രാ ഫ്രണ്ട്മാൻ അങ്ങനെ ഇടുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇടുന്ന ഒരു ബിൽഡപ്പ് പ്ലസ് ഡിസ്ട്രോയർ ആണ്. ഡിസ്ട്രോയർ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ടോണി ആദംസിനെയാണ്. ഈ കാർഡ് അത്യാവശ്യം എല്ലാവരെയും കാണും, ഫ്രീ ആയിട്ട കാർഡാണ്. അപ്പം നല്ല വൃത്തിയായിട്ട കാർഡാണ്. പിന്നെ രണ്ടാമത്തത് ബാസ്റ്റണി. ടോണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസ്ട്രോയർ ആണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്, സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട്. ഒരു CBക്ക് ഉണ്ട്. പിന്നെ ഒരു CBക്ക് മെയിനായിട്ട് വേണ്ട സ്കിൽ സെറ്റ് എല്ലാം ഉണ്ട്. ബാസ്റ്റണി സെയിം തന്നെയാണ്, അത്യാവശ്യം സ്പീഡുള്ള ഡിഫൻഡറാണ്. മാക്സിമം ഒരു സ്പീഡി ഡിഫൻഡർ ആണെങ്കിൽ ഒരു എംബാപ്പെ പോലത്തെ ഒരു CFനെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. അത്യാവശ്യം ഒരു ആവറേജ് സ്പീഡ് ഉണ്ട്, അത് മതിയാവും. പിന്നെ CBക്ക് അധികം സ്പീഡൊന്നും വരത്തില്ല, മാനുവലി ആഡ് ചെയ്യണമായിരിക്കും CBക്ക് സ്പീഡ് കാര്യങ്ങളൊക്കെ. അടുത്ത നമ്മൾ RB പൊസിഷനിൽ നമ്മളൊരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാർഡാണ് കോസ്റ്റർ കോട്ട. നമ്മൾ RBയിലാണ് യൂസ് ചെയ്യുന്നത്. ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. ഇതിലും മെയിനായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല സ്പീഡുള്ള കാർഡാണ്. അപ്പം സ്പീഡി വിങ്ങേഴ്സിനെയൊക്കെ കൂട്ടാൻ ഈ കാർഡ് നമ്മളെ സഹായിക്കും. LBയിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് T ഹെർണാണ്ടസ് ആണ്. ഇപ്പൊ കുറച്ച് മാച്ചസേ അയാൾ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. ഫുൾ ബാക്ക് ഫിനിഷർ ആണെങ്കിലും ഞാൻ ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാനേജറിലെ ഇതിൽ ഇൻസ്ട്രക്ഷനിൽ പോയി ഡിഫൻസീവ് ആയിട്ട് ഇട്ടേക്കും. അപ്പം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ആ കാർഡ്. അടുത്ത നമ്മുടെ മെയിൻ പൊസിഷൻ ആണ് ഒരു DMF. DMF പൊസിഷനിൽ വേറെ ആരുമല്ല, നമ്മുടെ ഒരു ബുൾഡോസർ എന്നൊക്കെ പറയാം, കസമീറോ. നമ്മള് ഈ സ്ക്വാഡിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല. 1500 മാച്ചസോളം അടുപ്പിച്ചായി കളിപ്പിക്കുന്നു ഈ കാർഡ്. സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡിഫൻസീവില് വേണ്ട എല്ലാ സ്റ്റാറ്റ്സും ഉണ്ട്. പിന്നെ സ്പീഡ് കുറവാണ്, ഫിസിക്കലും ഉണ്ട്. എന്തായാലും ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ പിടിച്ചെടുത്താൻ പറ്റും. പിന്നെ രണ്ടാമത്തെ CMF ആയിട്ട് ഈ പിർലോന്റെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഫുട്ബോളിൽ പെസ്സിൽ കിട്ടിയ കാർഡാണ്, ഫസ്റ്റ് കിട്ടുന്ന ലെജൻഡ് കാർഡാണ്. ഈ കാർഡ് ഞാൻ ഇപ്പൊ ഈ അടുത്തായിട്ട് ഈ ഫോർമേഷൻ ഇട്ടപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട് ഈ കാർഡിന്. പാസിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ഇത്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് നോക്കേണ്ടത് CMF LMF പൊസിഷൻ ആണ്. സബായിട്ട് നമ്മള് എഡ്ഗാർ ഡേവിസിനെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ സബില് ഒരു ഡിഫെൻഡ് ചെയ്യേണ്ട സാഹചര്യത്തിൽ പെർലോനെ മാറ്റിയിട്ട് എഡ്ഗാർ ഡേവിസിനെ കൊണ്ടുവരും. LMF പൊസിഷനിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് പെട്രീനെയാണ്. പെട്രീനെ കിട്ടിയിട്ടുണ്ട്. ഈ നോമിനേറ്റിംഗ് കോൺട്രാക്ട് കാർഡ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അറിയാം എത്ര ഇമ്പാക്റ്റ് ആണ് ഈ കാർഡ് ഉള്ളതെന്ന്. കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ഡബിൾ ടച്ച് ഒക്കെ ഇട്ട് സ്മൂത്ത് ആയിട്ട് കയറി പോകാൻ പറ്റും. പിന്നെ അത്യാവശ്യം സ്പീഡും ഉണ്ട്. ഇൻസൈഡ് കട്ട് ചെയ്തൊക്കെ അടിക്കാനൊക്കെ സുഖമാണ് ഈ കാർഡ് വെച്ചിട്ട്. മൊണാമി കൊണ്ടുവന്ന പെട്രിയുടെ കാർഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡ് ഇതാണ്. പിന്നെ നമ്മൾ ഇനിയസ്റ്റേനെ സബിൽ യൂസ് ചെയ്യുന്നുണ്ട് AMF ആയിട്ട്. ഇനി നമ്മുടെ മെയിൻ പ്ലെയർ നെയ്മർ. ഇപ്പം ലാസ്റ്റ് നമ്മൾ കറക്കി എടുത്ത പ്ലെയർ ആണ്. ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാം. എനിക്ക് നെയ്മറിന്റെ കാർഡിന് അത്രയും വേണമായിരുന്നു. അപ്പം ഈ കാർഡ് കിട്ടിയപ്പോൾ ഞാൻ LMF കളിപ്പിച്ചു നോക്കി. അപ്പൊ അവിടെ
പെട്രി ഉള്ളതുകൊണ്ട് പിന്നെ AMF സ്വിച്ച് ചെയ്ത്. പക്ഷെ AMF നല്ല ഇമ്പാക്റ്റ് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഈ പ്ലെയറിന്. ഓൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ കത്തി കയറുന്നുണ്ട്. AMF ഇടുന്നതെങ്കിൽ LMF വരും, RMF വരും, എല്ലാ സൈഡും ഓടി കിടന്ന് കളിക്കും. പിന്നെ റൈറ്റ് വിങ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് RMF യൂസ് ചെയ്യുന്നത് ഫിഗോനെയാണ്. ഈ കാർഡ് ഞാൻ കസമീറോനെ പറഞ്ഞ പോലെ തന്നെ കുറെ മാച്ചസ് കളിച്ചിട്ടുള്ള കാർഡാണ്. പിന്നെ RMF എനിക്ക് വേറെ ഒരു ഇമ്പാക്റ്റ്, മറ്റ സിറ്റുവേഷനിലൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഞാൻ മാറ്റിയിട്ടില്ല ഇതുവരെ. അടുത്ത നമുക്ക് CF നോക്കാം. CF വേറെ ആരുമല്ല, അണ്ണാനുള്ളി ഏറ്റവും ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഏറ്റവും പിന്നെ പറയേണ്ട ആവശ്യമില്ല, മിക്ക പ്ലേയേഴ്സും യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ്. ഇപ്പം ഏറ്റവും നമ്മളെ മെയിൻ CF ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സബായിട്ട് നമ്മൾ ഇടുന്നത് റുമിനികിനെ ഇടും, SS ആയിട്ട് റുമീഗിനെ ഇടും, ക്രൈഫിനെ യൂസ് ചെയ്യും, ക്രൈഫിനെ AMF യൂസ് ചെയ്യും, റുമിനികിനെ യൂസ് ചെയ്യും. പിന്നെ ഒരു ഗ്ലിച്ച് കാർഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാർഡുണ്ട്, നിക്കോ ഗോൺസാലസ്. ഈ കാർഡ് നമുക്കറിയാം എനിക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഗെയിമിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. അപ്പം ഈ കാർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലിച്ച് കാർഡായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ റേറ്റഡ് ഒരു കാർഡുണ്ട്, ആന്റണിയുടെ ഒരു കാർഡുണ്ട്. ഇപ്പം റേറ്റിംഗ് കുറവാണ്, പക്ഷേ കളിയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലപ്പം ഫിഗോനെ മാറ്റിയിട്ട് ഞാൻ മെയിനായിട്ട് എപ്പോഴും ഇറക്കുന്ന ഒരു കാർഡാണ്. ഇറക്കുമ്പോഴൊക്കെ ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹസാഡിന്റെ ഒരു കാർഡ് ഫ്രീ കിട്ടിയ അത് ഞാൻ LMF AMF രണ്ട് പൊസിഷനിലും മാറി മാറി യൂസ് ചെയ്യാൻ പറ്റുന്ന കാർഡാണ്. പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത് ഒരു DMF സബായിട്ട്, പിറളൊക്കെ ഒരു സബായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ജോർജീനോന്റെ ഒരു കാർഡാണ്. ഇതും ഫ്രീ കാർഡാണ്. നമ്മളിതിൽ രണ്ട് കാർഡും എല്ലാം ഫ്രീ കിട്ടിയ കാർഡ് തന്നെയാണ്. പക്ഷെ രണ്ട് മെയിൻ കാർഡ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടിയ കാർഡ്സാണ് ബാക്കിയെല്ലാം, എറ്റോയും നെയ്മർ ഒഴിച്ചിട്ട്. നമ്മൾ കാൻഡേനെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് സബില്. കാൻഡേനെയും മെർഗാഡേവ്സിനെ രണ്ടിനെ ഒരുമിച്ചിടപ്പം കളി ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് കിട്ടാറുണ്ട്. പിന്നെ ഒരു കഫുനെ നമ്മളൊരു ഗോൾ ഡൗൺ ആയിക്കപ്പം കോസ്റ്റൽ കോട്ടയ്ക്ക് വരെ യൂസ് ചെയ്യും. CBക്ക് സബായിട്ട് നമ്മുടെ ബെക്കംബോറും പിന്നൊന്ന് റുഡിഗാറിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്കോളും കാര്യങ്ങളും വരുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ RMF നമ്മൾ ഫിയോരീനെ ഇടയ്ക്ക് കൊണ്ടുവരും കാൻഡേനെ പറ്റിയിട്ട്, LMF പൊസിഷനിൽ സെർജിനോനെ കൊണ്ടുവരും ഇടയ്ക്ക്. അത് രണ്ടാണ് മാറ്റുന്നത്. വേറെ എല്ലാം സ്കോഡിലെല്ലാം പെർമനന്റ് പ്ലേയേഴ്സ് ആയിരിക്കും. പിന്നെ ന്യൂ കാർഡ്സ് ആരെങ്കിലും വരികയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ആരെങ്കിലും മാറ്റിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കോഡും കാര്യങ്ങളും വരുന്നത്. അപ്പം ഞാൻ ഡിവിഷൻ മാച്ച് അടിച്ച സ്കോഡെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സെയിം സ്കോഡ് തന്നെയാണ്. അപ്പം അതിൽ ചെക്ക് ചെയ്തൊക്കെ അറിയാം ഇത് തന്നെയാണ്, സെയിം സ്കോഡാണ്. ഫിയറിയും കൂടെ ഉണ്ട്, കാൻഡിക്ക് വരെ ഫിയറിയും കൂടെ ഉണ്ട്. ഇത്രയുള്ള മാറ്റം. അപ്പം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ഗൈസ്.